അപ്പം ഞങ്ങളാണെന്ന് സി എസ് റാങ്കൊക്കെ മാച്ച് കളിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു. ഞാനാണെന്ന് മീനിൻ്റെ അടുത്ത് വേണ്ടാണ് AW ഒക്കെ എടുത്തിട്ടാണ് അങ്ങ് ഓടിക്കൊണ്ട് ഈ വീടിൻ്റെ മേലേക്കൊക്കെ കയറാമെന്നൊക്കെ വെച്ചിട്ടുണ്ട്. ഗ്ലൂ വാളൊക്കെ കിട്ടും. അപ്പം മീനിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞപ്പോൾ തന്നെ അവൾ വന്ന് നിന്നായിരുന്നു. അപ്പം തന്നെ മേലേക്കൊക്കെ ഇങ്ങനെ ചവിട്ടി പിടിച്ച് എങ്ങനെയൊക്കെ കയറിയിട്ടൊക്കെ പിന്നെ മേലെ പോയിട്ടെന്ന് പറഞ്ഞാൽ ലേസ് എടുക്കാന്നൊക്കെ വെച്ചിട്ട് പോകണ്ട. നമ്മൾ ടീമേറ്റ് എന്ന് പറഞ്ഞാൽ ലേസ് എടുത്തിട്ടൊക്കെ ഞാൻ തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞ് പോകണ്ടെന്ന്. അപ്പം തന്നെ ഒരു എനിമി വെച്ച് നമ്മളെ സ്പോട്ട് ചെയ്തിട്ട് കയറി വന്നായിരുന്നു. അപ്പം തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ തലയിൽ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അങ്ങ് ഒരു ഹെഡ് തന്നെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഹേക്കറാന്ന് വിചാരിക്കേണ്ട ഫെയറിനാട്ടോ പ്ലെയർ. പിന്നെ നോക്കുകയാണെങ്കിൽ അടുത്തൊരു പ്ലെയറിനെ സ്പോട്ട് ആക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്ലൂ വാൾ ഇല്ലാത്ത കാരണം എന്ന് പറഞ്ഞാൽ ആ പ്ലെയർ നമ്മളെ അടിച്ചങ്ങ് പെട്ടിയാക്കിയിരുന്നു. അപ്പോൾ നമ്മുടെ ടീമേറ്റ് എന്ന് പറഞ്ഞാൽ മേലെ കയറി പോയി ചത്തിലിടാൻ നൂബേ എന്നൊക്കെ കണ്ട് കളിയാക്കിയായിരുന്നു. പിന്നെ ആ റൗണ്ട് അവർ അങ്ങ് എടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കളിയാക്കിയതല്ലേ, ഒരു ഏസും കൂടി നമുക്ക് എടുക്കാൻ ട്രൈ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പിന്നെ അത് ഞാൻ മീനിൻ്റെ അടുത്ത് പറഞ്ഞു മീനൊരു ഇടവളി മേടിച്ചിരുന്നു വെച്ചു. പിന്നെ അവളെന്ന് പറഞ്ഞാൽ എന്തിന് കട്ട സപ്പോർട്ടാണ്. അപ്പം തന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്തൊരു ഇടവളി മേടിച്ചെന്നായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഇടവളി വെച്ചിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു മാസമായിട്ട് റേസ് എടുക്കാന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഫസ്റ്റ് ടൈം എൻ്റെ ടീമിന് സ്പോട്ട് ആക്കിയായിരുന്നു. അപ്പോൾ എനിമി ഓപ്പണിക്ക് വരാൻ അടിച്ച് പൊളിക്കാന്നൊക്കെ വിചാരിച്ചു. പിന്നെ പ്ലെയർ വന്നപ്പോൾ തന്നെ 150 കൊടുത്ത് പിന്നെ കൊടുത്തിട്ടാണ് ആ പ്ലെയറിനെ അടിച്ച് നോക്കൊക്കെ ആക്കിയായിരുന്നു. പിന്നെ നമുക്ക് ഫിനിഷ് ആക്കി. പിന്നെ ഇടവളിയോട് കളിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ടീമേറ്റ് കളിയാക്കണ പോലെ നമുക്ക് ടീമേറ്റ് ഒക്കെ നല്ല കളിയാക്കലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഒന്നും കുഴപ്പമില്ല, നമുക്ക് ഏസ് എടുക്കാന്നൊക്കെ വിചാരിച്ചു. അടുത്തൊരു എനിമി സ്പോട്ട് ആക്കി ഫസ്റ്റ് ബോഡിക്ക് കൊടുത്ത് പിന്നെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് അങ്ങ് തലയ്ക്ക് കൊടുത്തിട്ടാണ് ആ പ്ലെയറിനെ അടിച്ച് നോക്കാക്കി. പിന്നെ ടീമേറ്റ് വന്നപ്പോൾ തന്നെ 150 കൊടുത്ത് പിന്നെ ഒരു ഷോട്ട് കൊടുത്തിട്ടാണ് ആ പ്ലെയറിനെ അടിച്ച് നോക്കാക്കിയായിരുന്നു. പിന്നെ നമ്മുടെ ട്രിപ്പിൾ കിലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് അടിക്കേണ്ട കാരണം മറ്റവരൊക്കെ സബ്സ്ക്രൈബ് അടിച്ച് വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. ആ പ്ലെയർ എന്ന് പറഞ്ഞാൽ ഓപ്പണിക്ക് വന്നങ്ങ് അടിക്കാന്നൊക്കെ വിചാരിച്ചു. പിന്നെ പ്ലെയർ ഓപ്പണിക്ക് വന്നപ്പോൾ തന്നെ ഒരു ഷോട്ട് ഫസ്റ്റ് കൊടുത്തായിരുന്നു. പിന്നെ ഒരു ഷോട്ട് കൊടുത്തിട്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് അങ്ങ് ഏസ് ഒക്കെ എടുത്ത് നമ്മുടെ ടീമേറ്റിൻ്റെ വായ അങ്ങ് അടപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ചപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവർ. ഓക്കെ ബൈ.